സ്വർണ്ണവില 50,000 രൂപയ്ക്ക് മുകളിലാണിപ്പോൾ. നിലവിലെ സ്ഥിതിയിൽ വില ഇനിയും ഉയരുമെന്ന് മുന്നിൽ കണ്ട് സ്വർണം വാങ്ങിക്കൂട്ടാൻ തിരക്കാണ് പലർക്കും. ചിലരാണെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് നടത്തും. എന്നാൽ ഒരാൾക്ക് എത്ര പവൻ കയ്യിൽ വെക്കാമെന്നതിനെ കുറിച്ച് അറിവുണ്ടോ? പരിധിയിൽ കൂടുതൽ സ്വർണം കയ്യിൽ വെച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്നറിയാമോ? പുരുഷനും സ്ത്രീക്കും കയ്യിൽ എത്ര സ്വർണം വെക്കാം, അതുപോലെ വീട്ടിൽ എത്രമാത്രം സ്വർണം കരുതാമെന്ന് നോക്കാം. ആദായനികുതി നിയമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. വിവാഹിതരായ സ്ത്രീകൾ, അവിവാഹിതരായ സ്ത്രീകൾ, പുരുഷന്മാർ എന്നിങ്ങനെ വ്യക്തികൾക്കനുസരിച്ച് ഈ പരിധിയിൽ വ്യത്യാസമുണ്ട്. നിയമപരിധിയിൽ കുറവുള്ള സ്വർണമാണ് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ അധികൃതരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകളിലെ കണക്കുമായി യോജിക്കുന്നില്ലെങ്കിലും ഈ പരിധികളിൽ കുറഞ്ഞ സ്വർണം ഒരാൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ അത് പിടിച്ചെടുക്കാൻ ആദായനികുതി വകുപ്പിന് സാധിക്കില്ല. വിവാഹിതയായ ഒരു സ്ത്രീക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ 500 ഗ്രാം വരെ സ്വർണം കൈവശം വെക്കാം. അതായത് 62.5 പവൻ കയ്യിൽ വയ്ക്കാനാകും. ഇത് അവിവാഹിതയായ സ്ത്രീക്കാണെങ്കിൽ 250 ഗ്രാം വരെ ഇത്തരത്തിൽ കൈവശം സൂക്ഷിക്കാം. 31.25 പവൻ വരും ഇത്. എന്നാൽ കുടുംബത്തിലെ പുരുഷനായ അംഗത്തിന് 100 ഗ്രാം സ്വർണം മാത്രമാണ് ഇത്തരത്തിൽ കൈവശം വെക്കാനാവുക. ഇതിൽ കൂടുതൽ സ്വർണം കൈവശമുണ്ടെങ്കിൽ വരുമാനത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കണം. അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും. പരിധി കടന്നാൽ, കയ്യിൽ വയ്ക്കാവുന്ന സ്വർണത്തിന്റെ പരിധി കടന്നാൽ ഉറവിടം കാണിക്കണം. അതായത് സ്വർണം സമ്പാദിക്കാൻ ഉപയോഗിച്ച വരുമാനത്തിന്റെ ഉറവിടം വിശദീകരിക്കാൻ കഴിയണമെന്ന് സാരം. ആദായനികുതി റിട്ടേൺ നൽകുന്ന സമയം ഈ വിവരം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കല്യാണം, കുട്ടിയുടെ പേര് വിളി സമയങ്ങളിൽ സ്വർണം സമ്മാനമായി ലഭിക്കാറുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന സ്വർണത്തിനും കണക്ക് ആവശ്യമാണ്. പാരമ്പര്യമായോ സമ്മാനമായോ ലഭിച്ച സ്വർണമാണെങ്കിൽ ഇതിൽ മാറ്റമുണ്ട്. ഉപഹാരം നൽകിയതിനുള്ള രേഖകൾ, സ്വർണം വാങ്ങിയപ്പോഴുള്ള ബില്ല് തുടങ്ങിയവ രേഖകളായി കൈമാറാം. പാരമ്പര്യമായി ലഭിച്ചതാണെങ്കിൽ വസ്തുവകകൾ ഭാഗം വെച്ചതിന്റെ രേഖകളോ വിൽപത്രമോ സമർപ്പിക്കാം.